ഈശോ യോർദാൻ നദിയിൽ സ്നാനം ചെയ്യുന്നു. 1944 ഫെബ്രുവരി 3 വൈകുന്നേരം. ഗ്രാമങ്ങളോ പച്ചപ്പടർപ്പുകളോ ഇല്ലാത്തൊരു സമതല പ്രദേശം ഞാൻ കാണുന്നു. കൃഷിഭൂമികളില്ല. കുറേ ചെടികൾ അവിടെ ചെറിയ കാവുകൾ പോലെ നിൽപ്പുണ്ട്. ആഴമുള്ള മണ്ണിൽ അല്പം ഈർപ്പമുള്ളിടത്താണ് ഈ ചെടികൾ വളരുന്നത്. ഞാൻ വടക്കോട്ട് പുറംതിരിഞ്ഞു നിൽക്കുമ്പോൾ ഈ മരുപ്രദേശം എൻ്റെ വലത്തായിട്ടാണ്. ഇത് വടക്കു നിന്നും തെക്കോട്ട് വ്യാപിച്ചു കിടക്കുന്നു. എൻ്റെ ഇടതുഭാഗത്ത് പൊക്കം കുറഞ്ഞ ഈണ്ടികളോട് കൂടി ഒരു നദി കാണാം. അത് വടക്കു നിന്നും തെക്കോട്ട് മെല്ലെ ഒഴുകുന്നു. വെള്ളത്തിൻ്റെ ഒഴുക്ക് വളരെ സാവധാനമാണ്, കാരണം നദിയുടെ അടിത്തട്ട് നിരപ്പാണ്. സമനിരപ്പായ പ്രദേശത്തു കൂടി ഒഴുകുന്നത് കൊണ്ട് എന്നു മാത്രം. നദിക്ക് ആഴം കുറവായതുകൊണ്ട് അടിത്തട്ട് കാണാം. 1 മീറ്റർ ആഴം കാണും, കൂടിയാൽ 1.5 മീറ്റർ. മിനാട്ടോ എംപോളി പ്രദേശത്തെ ആർണോ നദിയുടെ വീതിയുണ്ട് ഏകദേശം 20 മീറ്റർ. ഇത് ഊഹം മാത്രമാണ്, കൃത്യമായ അളവല്ല. വെള്ളത്തിൻ്റെ നിറം നീലയാണ്. കരയോടടുക്കുമ്പോൾ ഇളം പച്ച. തീരത്ത് നനവുള്ളിടത്ത് കുറേ ചെടികൾ വളരുന്നുണ്ട്. കാഴ്ചക്ക് വളരെ മനോഹരമാണ് ഈ ഹരിത മേഖല. കല്ലും മണലും നിറഞ്ഞ് വിജനമായ വെളിമ്പ്രദേശമാണ് അടുത്തുള്ളത്. അത് കണ്ണിന് ഇമ്പം തരുന്നില്ല, മനസ്സിനെ മടിപ്പിക്കുന്ന കാഴ്ചയാണത്. ഞാൻ എന്തു കാണണം, എന്തിൽ ശ്രദ്ധ പതിക്കണം, എന്തു മനസ്സിലാക്കണം എന്ന് എന്നോട് പറയുന്ന ആന്തരിക സ്വരത്തെപ്പറ്റി ഞാൻ നിന്നോട് പറഞ്ഞിട്ടുണ്ടല്ലോ. ആ സ്വരം എന്നോടിപ്പോൾ പറയുന്നു, ഞാൻ കാണുന്നത് യോർദാൻ താഴ്വരയാണ് എന്ന്. ഞാൻ താഴ്വരയെന്ന് പറയുന്നത് നദി ഒഴുകുന്ന ഈ പ്രദേശത്തിൻ്റെ പേര് അതായതുകൊണ്ടാണ്. യഥാർത്ഥത്തിൽ താഴ്വരയെന്ന് പറയുമ്പോൾ ചുറ്റും പർവ്വതങ്ങളുണ്ടായിരിക്കണം. പക്ഷേ ഇവിടെയൊന്നും ഞാൻ പർവ്വതങ്ങൾ കാണുന്നില്ല. ഏതായാലും ഞാൻ യോർദാൻ നദിയുടെ സമീപത്താണ്. എൻ്റെ വലതുഭാഗത്ത് കാണുന്ന മരുപ്രദേശം യൂദാ മരുഭൂമിയാണ്. വീടുകളോ മനുഷ്യർ നിർമ്മിച്ച മറ്റ് എടുപ്പുകളോ ഇല്ലാത്ത പ്രദേശത്തെ മരുഭൂമി എന്ന് വിളിക്കുന്നത് ശരിയായിരിക്കാം. പക്ഷേ മരുഭൂമിയെപ്പറ്റി നമുക്കുള്ള സങ്കല്പം വ്യത്യസ്തമാണ്. തിരമാലകൾ പോലെ പൊങ്ങിയും താണും കിടക്കുന്ന മണൽക്കാടല്ല ഈ സ്ഥലം. കല്ലും ചരലും ചിതറിക്കിടക്കുന്ന വിജനമായ സ്ഥലം. വെള്ളം കയറിയിറങ്ങിയ സൈകത ഭൂമി പോലെ. അങ്ങകലെ കുറേ കുന്നുകൾ കാണാം. ഇതൊക്കെയാണെങ്കിലും യോർദാൻ നദിയുടെ തീരത്ത് നമുക്ക് വലിയൊരു ശാന്തി അനുഭവപ്പെടും. അസാധാരണവും സവിശേഷവുമായ ഒരു അനുഭൂതി. ട്രാസിമേറെ തടാകത്തിൻ്റെ തീരത്തും ഈ വിശിഷ്ടാനുഭവം ഉണ്ടാകുന്നുണ്ട്. മാലാഖമാരുടെ ചിറകടിയും സ്വർഗീയ നാദങ്ങളും നിറഞ്ഞു നിൽക്കുന്ന ഒരു പ്രദേശം. എൻ്റെ അനുഭൂതി വ്യക്തമാക്കാൻ പ്രയാസമാണ്. എൻ്റെ ആത്മാവിനെ സ്പർശിക്കുന്ന ആത്മാവുമായി സംവദിക്കുന്ന ഒരു പ്രദേശമാണിതെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഞാൻ ഇതെല്ലാം നോക്കിക്കൊണ്ടിരുന്നപ്പോൾ യോർദാൻ നദിയുടെ വലത്തെ കരയിൽ ആളുകൾ വന്നു നിറഞ്ഞു തുടങ്ങി. പല രീതിയിൽ വസ്ത്രധാരണം ചെയ്ത ധാരാളം പുരുഷന്മാർ. ചിലരെ കണ്ടാൽ പാവങ്ങളാണെന്ന് തോന്നും. ചിലർ പണക്കാരാണ്. ചിലരെ കണ്ടാൽ പ്രീശന്മാരാണെന്നും തോന്നും. കാരണം അവരുടെ ഉടുപ്പിൻ്റെ വക്കത്ത് തൊങ്ങലും ചിത്രവേലകളുമുണ്ട്. അവരുടെ ഇടയ്ക്ക് പാറപ്പുറത്ത് ഒരാൾ നിൽക്കുന്നു. ആദ്യമായാണ് കാണുന്നതെങ്കിലും അത് സ്നാപക യോഹന്നാനാണ് എന്നെനിക്ക് മനസ്സിലായി. അദ്ദേഹം ജനക്കൂട്ടത്തോട് പ്രസംഗിക്കുകയാണ്. അദ്ദേഹം പറയുന്നത് കേൾവിക്കാർക്ക് രുചിക്കുന്നില്ല എന്ന് വ്യക്തം. ഈശോ ജെയിംസിനെയും ജോണിനെയും ഇടിമുഴക്കത്തിൻ്റെ മക്കളെന്ന് വിളിച്ചു. അപ്പോൾ ഈ തീപ്പൊരി പ്രസംഗക്കാരനെ എന്താണ് വിളിക്കേണ്ടത്? ഇടിമിന്നലെന്നോ ചലിക്കുന്ന മഞ്ഞുമലയെന്നോ ഭൂമി ഉലുക്കമെന്നോ ആണ് സ്നാപയോഹന്നാനെ വിളിക്കേണ്ടത്. തൻ്റെ വാക്കുകളിലും ആംഗ്യങ്ങളിലും അത്ര കർക്കശനാണ്. വികാരനിർഭരനാണ് അദ്ദേഹം. മിശിഹ വരുന്നു എന്നാണ് അദ്ദേഹം പറയുന്നത്. ഉള്ളിലെ തടസ്സങ്ങളെല്ലാം നീക്കി ചിന്തകളെ നേർവഴിക്ക് തിരിച്ച് മിശിഹായുടെ വരവിന് ഹൃദയങ്ങളെ സജ്ജമാക്കാൻ യോഹന്നാൻ ജനങ്ങളെ ആഹ്വാനം ചെയ്യുന്നു. മയമില്ലാത്ത സ്വരത്തിൽ ശകാരം വർഷിക്കുന്ന ഒരു പ്രസംഗമാണത്. ഈശോ വ്രണപ്പെട്ട ഹൃദയങ്ങളെ മാർദ്ദവമുള്ള കരങ്ങൾ കൊണ്ട് തൊട്ടു സുഖപ്പെടുത്തി. മുന്നോടിക്ക് ഇങ്ങനെയുള്ള കൈകളില്ല. മുറിവ് കെട്ടഴിച്ച് പരിശോധിച്ച് നിർഭയം ശാസ്ത്രക്രിയക്ക് വിധേയനാക്കുന്ന ഡോക്ടറെ പോലെയാണ് യോഹന്നാൻ. യോഹന്നാൻ്റെ വാക്കുകൾ ഞാൻ ആവർത്തിക്കുന്നില്ല, അവ സുവിശേഷങ്ങളിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. പക്ഷേ ആ വചനങ്ങൾ വിശദീകരിച്ചും ആവേശത്തോടും കൂടിയുമാണ് അദ്ദേഹം സംസാരിക്കുന്നത്. ആ വചനങ്ങൾ ഞാൻ കേട്ടുകൊണ്ടിരിക്കുമ്പോൾ എൻ്റെ ഈശോ യോർദാൻ നദിയുടെ തീരത്തുള്ള പുല്ലുപിടിച്ചതും നിഴലുള്ളതുമായ ഒരു വഴിയിലൂടെ നടന്നു വരികയാണ്. രാജവീതിയല്ല, ഒരു നാടൻ നടപ്പാത മാത്രം.
നൂറ്റാണ്ടുകളായി ആളുകളും കച്ചവട സംഘങ്ങളും നടന്നു തെളിഞ്ഞ വഴിയാണെന്ന് തോന്നും. നദി ഇറങ്ങാൻ കടക്കാൻ ആഴം കുറഞ്ഞ സ്ഥലത്തെത്താൻ ഈ വഴി ഉപയോഗിച്ചിരുന്നിരിക്കണം. നദിയുടെ അക്കരവും ഈ വഴി തുടരുന്നുണ്ട്. അക്കരെയുള്ള പച്ചപ്പടർപ്പിൽ എത്തും വരെ ആ വഴി ദൃശ്യമാണ്. ഈശോ തനിച്ചാണ്. സാവധാനം നടന്ന് സ്നാപക യോഹന്നാൻ്റെ പിറകിലൂടെ മുന്നോട്ട് വരുന്നു. ശബ്ദമുണ്ടാക്കാതെ ഈശോ വരുന്നു. യോഹന്നാനിൽ നിന്ന് സ്നാനം സ്വീകരിച്ച് മിശിഹായുടെ വരവിനു വേണ്ടി സ്വയം വിശുദ്ധീകരിക്കാൻ എത്തുന്ന ആയിരങ്ങളിൽ ഒരാളെന്ന പോലെ ഈശോ മരുഭൂമിയിലെ താപസൻ്റെ ഗർജനം ചെവികൊള്ളുന്നു. മറ്റുള്ളവരിൽ നിന്ന് ഈശോയെ വേർതിരിച്ചറിയാൻ യാതൊന്നുമില്ല. ഈശോ ധരിച്ചിരിക്കുന്നത് സാധാരണക്കാർ ധരിക്കുന്ന വസ്ത്രമാണ്. പക്ഷേ കുലീനനായ ഒരാളുടെ ഭാവവും മുഖശ്രീയുമുണ്ട്. ജനസാമാന്യത്തിൽ നിന്നും വ്യത്യസ്തനാണ് ഈശോ എന്ന് സൂചിപ്പിക്കുന്ന ദൈവിക ചിഹ്നങ്ങളൊന്നുമില്ല. ഈശോയിൽ നിന്നൊരു പ്രത്യേക ആത്മീയത പ്രസരിക്കുന്നത് പോലെ യോഹന്നാന് തോന്നി. അദ്ദേഹം ഒന്നു തിരിഞ്ഞ് എവിടെ നിന്നാണ് ആ സവിശേഷ ശക്തി വരുന്നത് എന്ന് പെട്ടെന്ന് കണ്ടുപിടിച്ചു. പ്രസംഗിച്ചു കൊണ്ടു നിന്ന പാറയിൽ നിന്ന് യോഹന്നാൻ ഉടൻ താഴെ ഇറങ്ങി ഈശോയുടെ അടുത്തേക്ക് ധൃതിയിൽ നടന്നു വന്നു. ജനക്കൂട്ടത്തിൽ നിന്ന് ഏതാനും വാര അകലെ ഈശോ ഒരു മരത്തിൽ ചാരി നിൽക്കുകയാണ്. ഈശോയും യോഹന്നാനും കണ്ണു ചിമ്മാതെ പരസ്പരം ഒരു നിമിഷത്തേക്ക് നോക്കുന്നു. മാധുര്യം തുളുമ്പുന്ന നീല നയനങ്ങളാണ് ഈശോയുടേത്. തീപ്പൊരി പറക്കുന്ന കറുത്ത കണ്ണുകളാണ് യോഹന്നാൻ്റേത്. അടുത്തു കാണുമ്പോൾ രണ്ടാളും രണ്ട് ധ്രുവങ്ങളിലാണ്. അവർ തമ്മിലുള്ള ഒരേ ഒരു സാമ്യം രണ്ടു പേർക്കും നല്ല പൊക്കമുണ്ട് എന്നതു മാത്രം. മറ്റെല്ലാ കാര്യങ്ങളിലും വളരെ വ്യത്യസ്തമാണ് അവരുടെ പ്രകൃതം. ഈശോയുടെ മുടി നീണ്ടതാണ്, കോതി ഒതുക്കിയതാണ്, മനോഹരമാണ്. മുഖം ദന്തശില്പം പോലെ സുന്ദരമാണ്. നീലക്കണ്ണുകൾ, ലളിതമായ വസ്ത്രധാരണ രീതി, പക്ഷേ ഗാംഭീര്യം നിറഞ്ഞു നിൽക്കുന്ന മുഖം. യോഹന്നാൻ്റെ ദേഹമാസകലം രോമമുണ്ട്. കറുത്തു നീണ്ട മുടി തോളിൽ ചിതറിക്കിടക്കുന്നു. ഇടതെങ്ങി വളരാത്ത താടിമീശ അത് മുഖത്തെ ഏതാണ്ട് പൂർണ്ണമായും മറച്ചിരിക്കുന്നു. ഉപവാസം കൊണ്ട് കുഴിവീണ കവിൾത്തടങ്ങൾ ഇപ്പോഴും ശ്രദ്ധാർഹമാണ്. ജ്വലിക്കുന്ന കറുത്ത കണ്ണുകൾ, ശരീരത്തിനും നിറം കറുപ്പാണ്. വെയിൽ കൊണ്ടും മഞ്ഞും മഴയും ഏറ്റ് നിറപ്പകപ്പാർന്ന ശരീരം. രോമാവൃതമായ ശരീരം അർദ്ധനഗ്നമാണ്. ഒട്ടകത്തിൻ്റെ രോമത്തിൽ നിന്നും നെയ്തെടുത്തൊരു വസ്ത്രം തുകൽവാറുകൊണ്ട് അരയ്ക്കു ചുറ്റും ബന്ധിച്ചിരിക്കുന്നു. മാറുമറക്കുന്ന ഈ കമ്പിളി ഉടുപ്പ് മെലിഞ്ഞ പാർശ്വങ്ങളോളം എത്തുന്നു. ശരീരത്തിൻ്റെ വലതുഭാഗം നഗ്നമാണ്. കാറ്റും വെയിലുമേറ്റ് നിറം മങ്ങിയതാണ്. അടുത്തു കാണുമ്പോൾ ഒരാൾ കാട്ടാളനാണ്, മറ്റേയാൾ മാലാഖയും. ചൂഴ്ന്നിറങ്ങുന്ന കണ്ണുകൾ കൊണ്ട് സൂക്ഷിച്ചു നോക്കിയ ശേഷം യോഹന്നാൻ വിളിച്ചു പറഞ്ഞു, ഇതാ ദൈവത്തിൻ്റെ കുഞ്ഞാട്, എൻ്റെ കർത്താവ്, എന്തിനാണ് എൻ്റെ അടുത്ത് വരുന്നത്? ഈശോ ശാന്തമായി മറുപടി പറഞ്ഞു, അനുതാപത്തിൻ്റെ അനുഷ്ഠാനം പൂർത്തീകരിക്കുവാൻ. അതൊരിക്കലും സാധ്യമല്ല. അങ്ങാണ് എന്നെ പൗത്രീകരിക്കേണ്ടത്. എന്നിട്ടും അങ്ങ് എൻ്റെ അടുത്ത് വരുന്നുവോ? ശിരസ് നമിച്ചു നിൽക്കുന്ന യോഹന്നാൻ്റെ തലയിൽ കൈവച്ചുകൊണ്ട് ഈശോ പറഞ്ഞു, എൻ്റെ ആഗ്രഹപ്രകാരം അനുഷ്ഠാനം നടക്കട്ടെ. അങ്ങനെ എല്ലാ നീതിയും പൂർണ്ണമാകട്ടെ. നിന്റെ ഈ സ്നാനകർമ്മം കൂടുതൽ മഹത്വമാർന്ന ഒരു ദിവ്യരഹസ്യത്തിൻ്റെ തുടക്കമാകും. ബലിയായി അർപ്പിക്കപ്പെടേണ്ടവൻ ഇതാ ഭൂമിയിൽ എത്തിയിരിക്കുന്നു എന്ന് ജനങ്ങൾ അറിയട്ടെ. ബാഷ്പാർദ്രമായ കണ്ണുകൾ കൊണ്ട് യോഹന്നാൻ ഈശോയെ നോക്കുന്നു. നദിയുടെ തീരത്തേക്ക് ഈശോയുടെ മുമ്പേ നടക്കുന്നു. മേലങ്കിയും ഉടുപ്പും ഉരിഞ്ഞുമാറ്റി നീളം കുറഞ്ഞ കാൽച്ചട്ട മാത്രം ധരിച്ച് ഈശോ വെള്ളത്തിലേക്ക് ഇറങ്ങുന്നു. ഒരു ചെറിയ പാത്രം കൊണ്ട് നദിയിൽ നിന്ന് വെള്ളം കോരി തലയിലൊഴിച്ച് യോഹന്നാൻ ഈശോയെ സ്നാനം ചെയ്യിക്കുന്നു. യോഹന്നാൻ്റെ അരയിൽ കെട്ടിയിട്ടുള്ള തുകൽവാറിൽ തൂക്കിയിട്ടിരിക്കുന്ന ചെറിയ പാത്രമാണ് ഉപയോഗിക്കുന്നത്. വെയിലത്ത് ഉണക്കിയെടുത്തൊരു വെള്ളരിക്കയുടെ പകുതിയോ ഒരു ചിരട്ടയോ ആണ് ആ പാത്രം. ഈശോയാണ് യഥാർത്ഥ കുഞ്ഞാട്. വെണ്മയുള്ള ശരീരം, ചലനങ്ങളിൽ സ്ഫുരിക്കുന്ന സൗമ്യഭാവം, മുഖത്തു തുടിക്കുന്ന ശാന്തരസം, ഇതെല്ലാം കുഞ്ഞാട് എന്ന സങ്കല്പം അനർത്ഥമാക്കുന്നു. ഈശോ കരക്ക് കയറി വസ്ത്രങ്ങൾ ധരിച്ച് ധ്യാനനിരതനാകുന്നു. ജനക്കൂട്ടത്തിന് ഈശോയെ ചൂണ്ടിക്കാണിച്ചു കൊടുത്തുകൊണ്ട്
യോഹന്നാൻ പറഞ്ഞു, ഇതാണ് രക്ഷകൻ. ദൈവത്തിൻ്റെ അരൂപി നൽകിയ അടയാളത്തിലൂടെയാണ് രക്ഷകനെ താൻ തിരിച്ചറിഞ്ഞതെന്നും അരൂപിയുടെ സാക്ഷ്യത്തിന് അപ്രമാദിത്വമുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു. ഈശോ പ്രാർത്ഥിക്കുന്നത് നോക്കി ഞാൻ സ്വയം മറന്നു നിൽക്കുകയാണ്. നദീതടത്തിലെ പച്ചിലച്ചെടികളുടെ പശ്ചാത്തലത്തിൽ ഈശോയുടെ തിളങ്ങുന്ന രൂപം മാത്രമേ എൻ്റെ കണ്ണിൽ പെടുന്നുള്ളൂ.